ലേസർ ഹെയർ റിഡക്ഷൻ കുറേ സെഷൻസ് ചെയ്തിട്ടും ഹെയർ ഗ്രോത്ത് അങ്ങോട്ട് കുറയുന്നില്ല എന്നും പറഞ്ഞു ഓഫ് ലേറ്റ് ആയിട്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഇപ്പം ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മൾക്കൊരു ലേസർ ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഹെയർ ഉണ്ട്. ഈ ഹെയറിനെ ഈ ലേസർ ലൈറ്റ് ടാർഗറ്റ് ചെയ്യുക. ഹെയറിലുള്ള മെലാനിനെയാണ് ഈ ലേസർ ലൈറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഈ ലേസർ ലൈറ്റ് ത്രൂ ഔട്ട് ദ ഫോളിക്കിൾ പെനിട്രേറ്റ് ചെയ്തിട്ട് അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് മൾട്ടിപ്പിൾ സെഷൻസ് ആവശ്യമാണ്. ഓക്കെ, മൾട്ടിപ്പിൾ സെഷൻസ് ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ ഹെയർ ഒന്നും പോകുന്നില്ല? സോ ഗ്രോയിങ് സ്റ്റേജിലുള്ള ഹെയർ ആണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പം. സോ ആ ഒരു സ്റ്റേജ് വരണം ഇടയ്ക്ക്. അതുകൊണ്ട് യു നീഡ് ടു അണ്ടർഗോ മൾട്ടിപ്പിൾ സെഷൻസ്. ഒരു പക്ഷെ നിങ്ങളുടെ ഹെയറിന്റെ തിക്നെസ്സിന് ടാർഗറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള എനർജി ആയിരിക്കില്ല അത് ഡെലിവർ ചെയ്യുന്നുണ്ടാവുക. വെദർ യു ആർ ഗോയിങ് ടു ദ റൈറ്റ് പ്ലേസ്, വെദർ ദേ ഹാവ് FDA അപ്രൂവ്ഡ് ഡിവൈസസ്, മെഡിക്കൽ ഗ്രേഡ് ഡിവൈസസ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെയർ കാണും നമ്മുടെ ബോഡിയിൽ. ഓരോ ടൈപ്പ് ഓഫ് ഹെയറിനെ ടാർഗറ്റ് ചെയ്യാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ് ആണ് വേണ്ടത് വിത്ത് ഡിഫറെന്റ് വേവ് ലെങ്ത്. അതൊക്കെ അവൈലബിൾ ആണോ എന്ന് അറിയാം. നമ്മൾക്ക് അഥവാ അണ്ടർലൈങ് ഹോർമോണൽ ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്നുള്ളൊരു വർക്കപ്പ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഫാമിലിയിലൊക്കെ അത്യാവശ്യം സ്ത്രീകളൊക്കെ ഹെയറി ആയിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ then there is a strong possibility that നിങ്ങളും അത്യാവശ്യം ഹെയറി ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് you might need multiple sessions. In case if there is an underlying hormonal issue, അത് നിങ്ങളുടെ ഹെയർ ഫോളിക്കിൾസിനെ പിന്നെയും ട്രിഗർ ചെയ്ത് ഗ്രോത്ത് വർദ്ധിക്കൊണ്ടിരിക്കും. So in that case you might need multiple number of sessions and again ഹോർമോണൽ പ്രൊഫൈലൊക്കെ ഒന്ന് വർക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണ്ടി വന്നേക്കാം.